ഹേയോ ബഡീസ്, അപ്പം എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഞാനും 2 ദിവസം അവധിയൊക്കെ എടുത്ത് എൻ്റെ വീട്ടുകാരോടൊപ്പം വിഷു ആഘോഷിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ദേ നമ്മുടെ വിഷു എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ. ഞാനൊരു ചെറിയ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ആദ്യം തന്നെ ഇവരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാറ്. എൻ്റെ 3 സ്വത്തുമണികളാണ് ഇവർ. അപ്പം ആദ്യം തന്നെ നമ്മൾ തലേന്ന് തന്നെ പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. വിഷുവിന് രാവിലെ തന്നെ ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ അമ്മേനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാണ്. ഷോ അല്ല, ശരിക്കും കട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇതിൽ ഒരു പകുതി മുക്കാലും ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് കണി ഒരുക്കൽ പരിപാടിയാണ്. അപ്പം വിഷുവിന് എപ്പോഴും ഞാനാണ് കേട്ടോ എല്ലാം ചെയ്യുന്നില്ല. കണി എൻ്റെ സെക്ഷനാണ്, ഞാനാണ് കണി ഒരുക്കാറ്. ഒത്തിരി ഗ്രാൻഡായിട്ടൊന്നല്ല കണി വെക്കുന്നത്, പക്ഷേ എൻ്റെ കുറച്ച് സംഭവമൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ഇത് കോലമൊക്കെ വരയ്ക്കും. എനിക്ക് കണി വെക്കുന്ന സമയത്ത് കോലം മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അരിപ്പൊടിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പച്ചരിയൊക്കെ പൊടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. ഒരു സന്തോഷം, നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കണി സെറ്റായി. അങ്ങനെ ഞാനും അമ്മയും കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ സ്വാമിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടമൊക്കെ ഇട്ട് നമുക്ക് കൈനീട്ടം വാങ്ങിച്ച് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വിഷു സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. എൻ്റെ അമ്പലം മേറ്റാണ് എൻ്റെ അമ്മ. അപ്പം ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രം, അത്താഴമ്പറ്റക്കാവാണ്. ഞങ്ങളുടെ വീടിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇവിടെ കണി കാണും. ഇവിടെ കണി ഒരുക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ അമ്പലം വിസിറ്റൊക്കെ കഴിഞ്ഞ് വന്നു, നല്ല വിശപ്പ് കേട്ടോ. അപ്പോൾ അമ്മ അതേ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വിഷുക്കഞ്ഞിക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ടാണ്, പക്ഷേ തേങ്ങ എൻ്റെ അച്ഛൻ പട്ടിക്കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. അത് കാരണം നമ്മൾ തേങ്ങയില്ലാത്ത കഞ്ഞി വെച്ച് വിഷുക്കഞ്ഞി കഴിച്ചു. ഞാനിങ്ങനെ തിണ്ണയിലിരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാവരും കൂടെ എൻ്റെ ചുറ്റിനും വന്നിരിക്കും കേട്ടോ. ഇവൻ എന്നെ വലിയ മൈൻഡില്ല, പക്ഷേ എൻ്റെ തടിയനുണ്ട്, അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ വരുന്ന സമയത്ത് അവനിങ്ങനെ എപ്പോഴും അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും. ഇവനാണ് എന്നെ ഏറ്റവും ഇഷ്ടം കൂടെ. അതെന്താണ് എനിക്ക് ഇന്നെ ഇഷ്ടമല്ലാത്തത്? അങ്ങനെ യുവമാരെ കൊഞ്ചിച്ച് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മുടെ സദ്യ കഴിക്കാനുള്ള സമയമായി ഗൈസ്. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ സദ്യ അധികം ഗ്രാൻഡായിട്ട് കഴിക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഒരു വാശിയിലാണ് ഇത്രയെങ്കിലും സംഭവങ്ങൾ എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന്. കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് സദ്യ കഴിക്കണം ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ എന്നാൽ ശരി, അവളുടെ ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്തൊരു റൗണ്ടും കൂടെ പോകാനുള്ളതാണ്. അത് കാരണം ഞാൻ കുറച്ച് തന്നെ കഴിച്ചുള്ളൂ, ഇച്ചിരി തന്നെ കഴിച്ചുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര വയറ് നിറഞ്ഞു ഗൈസ്, സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടുള്ള പ്രയാണത്തിലാണ് ഗൈസ്. അപ്പം ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. പ്രോ റൈഡറായ എൻ്റെ അനിയനാണ് വണ്ടി ഓടിക്കുന്നത്. അമ്മ ബാക്കിലുണ്ട്, ഞാനും അവൻ്റെ അടുത്തിരുന്ന് പാട്ടൊക്കെ കേട്ട് നട്ടുച്ചയ്ക്ക് പോവുകയാണ്. പക്ഷേ ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ, അയ്യോ അയ്യ. ഇതൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഗൈസ്, ഞാൻ എൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചതാണ്. ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ. എനിക്ക് രസമുണ്ട് കേട്ടോ. അത് അടുത്തെത്താറായിരിക്കും.
അപ്പോൾ ഗായ്സ് ഇതേ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. ഞങ്ങൾ ഈ നട്ടുച്ചയ്ക്ക് കമ്പിത്തിരി കത്തിക്കുകയാണ്. കാരണം എനിക്കും എൻ്റെ കസിൻസിനും വേറെ ഒരു പണിയില്ല. ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേനും എല്ലാവരും സ്പ്ലിറ്റായി പോവും. അപ്പോൾ കുറച്ച് സമയം തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പടക്കങ്ങളും കമ്പിത്തിരികളൊക്കെ പൊട്ടിക്കാനുണ്ട്. നേരത്തെ ഒരു പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞാണ്, പക്ഷെ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ കമ്പിത്തിരി കത്തിക്കുകയാണ്. അങ്ങനെ ഒരു രസം വേണ്ടേ? അങ്ങനെ നമ്മൾ കമ്പിത്തിരിയും പടക്കമൊക്കെ പൊട്ടിച്ച് അതിനുശേഷം ഒരു അഡാർട്ടമാർ പൊട്ടിക്കലിന് വേണ്ടിയിട്ട് എടാ മോനെ സിനിമ കാണണ്ടേ. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് വേണ്ടി വന്നേക്കുവാണ്. ഡയലോഗ് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ആവേശത്തിനാണ് ഗൈസ് വന്നേക്കുന്നത്. ലാഡർ സിനിമാസിലാണ് വന്നേക്കുന്നത്. ഇപ്പം ലാഡർ അത്യാവശ്യം നല്ല നല്ല അടിപൊളിയായിട്ട് ജിഞ്ചിൻഡാക്കടിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേ വിഷു ആയതുകൊണ്ട് കുറേ ബൊമ്മച്ചേട്ടന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ഹൈഫൈ ഒക്കെ തന്നു. സെറ്റാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇത് കിഡ് സെക്ഷൻ ആണേ. അപ്പോൾ അത് കാരണം അവരിവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ട്. ദേ നോക്കൂ ഗൈസ്, വീണ്ടും ഒരു കണി. ദേ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഇത് ലാഡർ സിനിമാസിൻ്റെ കണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കണ്ടു. നല്ല കിഡ്ലോസ്കി പടമായിരുന്നു. സത്യം പറഞ്ഞാൽ വിഷു കംപ്ലീറ്റ് ആയത് ഈ സിനിമ കണ്ടപ്പോഴാണ്. അപ്പോൾ സിനിമ ഒക്കെ കണ്ടൊരു ആവേശത്തിൽ ഞാൻ തന്നെ കാർ ഓടിക്കാമെന്ന് കരുതി ഡ്രൈവർ സീറ്റിലോട്ട് ചാടി മറിഞ്ഞിരുന്ന്. പിള്ളേരൊക്കെ വൻ പേടിയാണ് ബാക്കിലിരുന്നിട്ട്. പക്ഷെ അവരെ ശബ്ദം കേൾക്കുന്നില്ലാതെ ഉള്ളൂ. ഞാനൊരു ധൈര്യത്തിൽ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വിഷുവിന് കാണാം അല്ലേ? അല്ല, അടുത്ത വീഡിയോയിൽ കാണാം.